ഹായ് നമസ്കാരം. ഞാൻ കുറേ നാൾ മുൻപ് കുട്ടികൾക്ക് വേണ്ടിയിട്ടൊരു ടൈം ടേബിൾ ഡെയിലി റുട്ടീൻ കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം അതുപോലെ അന്ന് കുറേ അമ്മമാർ ചോദിച്ചായിരുന്നു ലെസൺ പ്ലാനിൻ്റെ കാര്യം. നമുക്ക് ഒരു ലെസൺ പ്ലാൻ എങ്ങനെയാണ് തയ്യാറാക്കുക, അത് ഓൺലൈനായിട്ട് എങ്ങനെ തയ്യാറാക്കാം, എന്നിട്ടതെങ്ങനെ യൂസ് ചെയ്യാം, എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത്, കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, അപ്പം ഞാൻ യൂഷ്വലി യൂസ് ചെയ്യുന്ന ഒരു ആപ്പ് ക്യാൻവ എന്ന് പറഞ്ഞിട്ടൊരു ഒരു ആപ്പാണ്. അതിനകത്ത് പോസ്റ്റേഴ്സ് കാര്യങ്ങളെല്ലാം ഉപയോഗിക്കാം, തയ്യാറാക്കാം. അപ്പോൾ അതിനകത്താണ് ഞാൻ ഡെയിലി റുട്ടീൻ ചെയ്തതും. ഓക്കെ, അപ്പോൾ അത് ചെയ്യാൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ സൈഡിൽ കൊടുക്കാം, സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് സൈഡിൽ കൊടുക്കാം കേട്ടോ. ഒരു ലെസൺ ടൈം ടേബിൾ നമ്മൾ തയ്യാറാക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമുക്കറിയാലോ ഓരോ ക്ലാസ്സിലും പഠിക്കാനുള്ള പാഠഭാഗങ്ങൾ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ 1ാം ക്ലാസ്സാണ് ഞാനിപ്പം എക്സാമ്പിളായിട്ട് പറയുന്നത്, കാരണം റോസൂട്ടി 1ാം ക്ലാസ്സിലാണ്, ഫസ്റ്റ് സ്റ്റാൻഡേർഡാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ നമുക്ക് ഉള്ള സബ്ജക്ട്സ് ഏതൊക്കെയാണ്? ഇംഗ്ലീഷ്, മലയാളം, EVS, മാത്സ്, കമ്പ്യൂട്ടർ അല്ലേ. അപ്പോൾ അതിന് ഓരോന്നിനും വർക്ക് ബുക്കൊക്കെ ഉണ്ടാവും, നോട്ട് ബുക്ക്, ടെക്സ്റ്റ് ബുക്ക് അത്രേ ഉണ്ടാവും. അപ്പോൾ അതിൽ ഓരോ ഇംഗ്ലീഷ് ആണെങ്കിൽ അതിൻ്റെ ഏതൊക്കെ ലെസൺസാണ് പഠിക്കാനുള്ളത്, കാര്യങ്ങളെല്ലാം നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. അമ്മമാർ, അതായത് രക്ഷിതാക്കൾ, അമ്മമാരോ അച്ഛന്മാരോ ആരോ ആയിക്കോട്ടെ, ഏതൊക്കെയാണ് പഠിക്കാനുള്ള സബ്ജക്ട്സ്, ലെസൺസ് ഏതൊക്കെയാണ്, ഇതൊക്കെ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ അത് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് ലെസൺ ടൈം ടേബിൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഞാൻ ഇതിൽ ഇവിടെ കാണിക്കാം. ക്യാൻവ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ കുറേ പോസ്റ്റേഴ്സ് കാര്യങ്ങളൊക്കെ ആയിരിക്കും, ഡോക്യുമെൻറ്റ്സ് ആയിരിക്കും അതിനകത്ത് വരിക. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് എന്താണ്? ടൈം ടേബിളാണ് അല്ലേ. അപ്പോൾ ടൈം ടേബിളിന് ജസ്റ്റ് അടിച്ചു കൊടുക്കുക. അപ്പോൾ ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യാനുള്ള കുറേ മോഡൽസ് വരും. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, കുറേ ഡിഫറെൻറ്റ് ടൈം ടേബിൾസാണ് വരുന്നത്. സ്കൂൾ ടൈം ടേബിൾ അങ്ങനെ കുറേ വരും. അതിൽ ക്യാൻവയിൽ തന്നെ കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് എളുപ്പത്തിനാണ് ഞാനിങ്ങനെ പറയുന്നത്. നമുക്ക് ബ്ലാങ്ക് ആയിട്ടുള്ള ഡോക്യുമെൻ്റ് എടുത്തിട്ട് ചെയ്യാവുന്നതുമാണ് കേട്ടോ. ബ്ലാങ്ക് ആയിട്ടുള്ളൊരു ഡോക്യുമെൻ്റ് ആദ്യം ഓപ്പൺ ചെയ്ത് അതിനകത്ത് നമുക്ക് തന്നെ ഡിസൈൻ ചെയ്ത് ടേബിളൊക്കെ ഇൻസേർട്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ ചെയ്യാം. പക്ഷേ ഇതിനകത്ത് ഓൾറെഡി കുറേ ഫോർമാറ്റിൽ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിലൊരു ഫോർമാറ്റ് വെച്ചിട്ടാണ് ഞാനിന്ന് പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ ലെസൺ ടൈം ടേബിൾ ഉണ്ട്, ഞാനത് ഇപ്പോൾ കാണിച്ചു തരാം. ക്യാൻവയിൽ കണ്ടോ ലെസൺ ടൈം ടേബിൾ, അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം അതിനകത്ത് വേറെ ഏതെങ്കിലും ഒരു കുട്ടീൻ്റെ പേരായിരിക്കും ഉണ്ടാവുക. ആ പേര് നമ്മൾ എഡിറ്റ് ചെയ്ത് നമ്മുടെ കുഞ്ഞിൻ്റെ പേര് അതിനകത്ത് എഴുതുക, ടൈപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാനിവിടെ റോസ്മരിയ ജെയ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റോസ്മരിയ ജെയ് എന്ന് കൊടുക്കുമ്പോൾ അത് നമ്മുടെ കുട്ടിയുടെ പേരായി അല്ലേ. ഇനി അതിൻ്റെ താഴെ കുറേ കോളം ഉണ്ട്. മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, അവിടെ അത്രയുണ്ട്. അപ്പം നമ്മുടെ സ്കൂളിലെ ടൈം ടേബിൾ അല്ല നമ്മളിവിടെ എഴുതേണ്ടത്. നമ്മളിവിടെ ഞാൻ ജസ്റ്റ് ഇവിടെ സബ്ജക്ട്സ് മാത്രമാണ് കേട്ടോ ഒന്ന് എക്സാമ്പിളായിട്ട് എഴുതി കാണിക്കുകയാണ്. മൺഡേ ഇംഗ്ലീഷാണ്. അപ്പോൾ ഇംഗ്ലീഷ് നമുക്ക് എല്ലാ ദിവസവും എല്ലാ സബ്ജക്ട്സും കൂടി പഠിപ്പിക്കുന്നതിലും നല്ലത് ഹോംവർക്ക് എന്തായാലും ആസ് യൂഷ്വൽ നമ്മൾ ചെയ്യിപ്പിക്കുമല്ലോ. അതുകൂടാതെ ഓരോ സബ്ജക്ട്സ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മൺഡേ ഇംഗ്ലീഷ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇംഗ്ലീഷിൽ ലെസൺസാണ് നമ്മളിവിടെ എഴുതി ചേർക്കേണ്ടത്. കുഞ്ഞു മക്കളാകുമ്പോൾ അവർക്ക് നമുക്ക് സബ്ജക്റ്റിൻ്റെ പേര് മാത്രം എഴുതിയാൽ മതി. ഒരു 5ാം ക്ലാസ് തൊട്ട് നമുക്ക് ലെസൺസ്, ഓരോ ലെസൻ്റെയും പേരുകൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇവിടെ മൺഡേ എന്നുള്ളതിൻ്റെ ആ കോളത്തിൻ്റെ താഴെ ഓരോ പേരുകളും ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ട്യൂസ്ഡേ മലയാളമാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മലയാളം നമ്മൾ അതിൻ്റെ അകത്ത് ലെസൺസാണ് വലിയ ക്ലാസ്സിലെ കുട്ടികൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ചെറിയ ക്ലാസ്സിൽ ലെസൺസ് തന്നെ കൊടുക്കണം എന്നൊന്നുമില്ല. ലെസൺസ് കൊടുത്തിട്ട് നമുക്ക് അത് യൂസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. കുഞ്ഞു മക്കൾക്ക് അത് വായിച്ചെടുക്കാൻ അറിയുന്ന കുട്ടികളാണെങ്കിൽ കുഴപ്പമില്ല, ലെസൺസ് നമുക്ക് കൊടുക്കാം കേട്ടോ, ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അത് വളരെ യൂസ്ഫുള്ളായിരിക്കും. നമുക്ക് ഇത് ഞാൻ ഒരു A4 സൈസിൽ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ ചെയ്തത് ഇതുണ്ട്, ഓരോ സബ്ജക്ട്സും ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടുണ്ട്.
അപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് പോലെ തന്നെ നമ്മൾ ടൈപ്പ് ചെയ്യുക ഓരോ സബ്ജക്ട്സും. അതിൻ്റെ ലെസൺസാണ് ഉദ്ദേശിക്കുന്നത്. സബ്ജക്ട്സ് ഞാനിവിടെ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ടൈപ്പ് ചെയ്ത് കൊടുത്ത് നമ്മളിത് കളർ പ്രിൻ്റ് എടുക്കുക. ഇതിനകത്ത് നല്ല ഡിസൈൻസൊക്കെ ഉണ്ടാകും. കുഞ്ഞു മക്കളാകുമ്പോൾ അവർക്ക് അട്രാക്റ്റീവായ എന്തെങ്കിലും ഡിസൈൻസൊക്കെ കൊടുക്കുകയാണെങ്കിൽ, കളർഫുള്ളായിട്ടുള്ളൊരു തീമിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇത് അവരുടെ സ്റ്റഡി റൂമിൽ ഒട്ടിച്ച് വെക്കുമ്പോൾ അവർക്കത് കാണുമ്പോൾ ഒരു സന്തോഷമായിരിക്കും. അത് സന്തോഷം മാത്രമല്ല, അവരത് നോക്കി അത് ഫോളോ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യും. കാരണം റോസൂട്ടീൻ്റെ ഡെയിലി റുട്ടീൻ ഞാൻ അങ്ങനെ ഒട്ടിച്ചു കൊടുത്തപ്പോൾ റോസൂട്ടി ഡെയിലി അത് പോയി നോക്കി അതിനകത്ത് ടിക്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും അത് നമുക്ക് ടിക്ക് ചെയ്യുന്ന ഫോർമാറ്റിലാക്കി കൊടുത്ത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നി. ഞാൻ അതിൻ്റെ ഫോർമാറ്റ് അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരാം കേട്ടോ. ഡെയിലി റുട്ടീൻ നമുക്ക് എന്താ പറയുക ചെയ്യുന്നത്, ഞാൻ അതിനകത്ത് ടാസ്കും അതിൻ്റെ ടാസ്ക് ഏതാണോ അത് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു പിക്കൊക്കെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു അതിലും കുറച്ചും കൂടി അപ്ഡേറ്റഡ് ആയിട്ടുള്ളൊരു ഫോം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഭയങ്കര യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പം ലെസൺ ടൈം ടേബിൾ ഇതാണ്. ഇതിനകത്ത് റോസ് മരിയ ജെയിൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും കുഞ്ഞു മക്കൾക്ക്. അവരുടെ പേരിലൊരു ലെസൺ ടൈം ടേബിളൊക്കെ അമ്മ ഉണ്ടാക്കി തന്നെന്ന് പറയുന്നത് നമുക്കൊരു ക്രെഡിറ്റ് ആണല്ലോ. അപ്പോൾ നമ്മളത് ഉണ്ടാക്കി കൊടുക്കുക. ഇത് A4 സൈസിലാണ്. വലിയ സൈസിൽ എടുക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെ എടുക്കാം. സ്റ്റിക്കർ പ്രിൻ്റ് എടുത്താൽ മതി കേട്ടോ. ഇത് സാധാ A4 സൈസ് പേപ്പറിൽ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് പ്രിൻ്റ് എടുത്തതാണ്. സ്റ്റിക്കർ പ്രിൻ്റ് എടുത്താൽ നമുക്കത് ഒട്ടിക്കാൻ എളുപ്പമായിരിക്കും. ഒരു A3 സൈസിലോ കുറച്ചുകൂടി വലുപ്പത്തിൽ വേണമെങ്കിൽ ആ വലുപ്പത്തിലൊക്കെ നമുക്ക് ഒട്ടിക്കാൻ പറ്റും. ഇത് ഒട്ടിച്ച് വെച്ചാൽ മാത്രം പോരാ, ഇതിനകത്ത് എഴുതിയിരിക്കുന്ന ലെസൺസൊക്കെ അവർ പഠിക്കുന്നുണ്ടെന്നുള്ളത് ഉറപ്പ് വരുത്തുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓരോ ലെസൻ്റെയും നേരെ ഒരു കോളം കൊടുത്തിട്ട് അത് കംപ്ലീറ്റ് ആകുമ്പോൾ പഠിച്ച് കഴിയുമ്പോൾ ടിക്ക് ചെയ്യാനായിട്ട് അവരോട് പറയുകയും ചെയ്യാം കേട്ടോ. അപ്പം വലിയ സൈസിൽ ചെയ്താൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും കുട്ടികൾക്ക്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പിന്നെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. ക്യാൻവ ആപ്പിൽ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ PNG JPG അങ്ങനത്തെ കുറേ ഫോംസ് അതിനകത്ത് ഉണ്ടാവും. അപ്പോൾ നമുക്ക് പ്രിൻ്റ് എടുക്കാനാണെങ്കിൽ എപ്പോഴും PDF ഫോമിൽ എടുക്കുന്നതാണ് നല്ലത്. PDF ഫോമിൽ ഡൗൺലോഡ് ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ. ഷെയർ ചെയ്യാനാണെങ്കിലാണ് ബാക്കി ഫോമൊക്കെ നല്ല PNG ഒക്കെ നല്ലത് കേട്ടോ. അപ്പോൾ PDF ഫോമിലേക്ക് ഷെയർ ചെയ്യുക, എന്നിട്ട് പ്രിൻ്റ് ഔട്ട് എടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു, ബൈ.